ആ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകി. ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28 ആൻഡ് ഫോളോയിങ് വേഴ്സസ് പ്ലീസ് റീഡ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28 മുതൽ ഉള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? ഈ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്ന അവസരങ്ങളിൽ വീഴുവാൻ അവരെന്നെ തള്ളി, എങ്കിലും ഞാൻ എന്തു ചെയ്യില്ല, വീഴുവാൻ ഇടയായില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ നടത്തിയതായ എല്ലാ വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ചതായ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചത്. കർത്താവിന് സ്തോത്രം. ആകെ 21 ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ലേഖനം എഴുതുവാനായിട്ട് പൗലോസിന് കഴിഞ്ഞു. ഏതാണ്ട് 14 ലേഖനങ്ങളിൽ 13 ലേഖനങ്ങളിൽ മാത്രമേ അതിൻ്റെ ടൈറ്റിൽ എഴുതിയിട്ടുള്ളൂ. 14ാമത്തെ ലേഖനമായ എബ്രായ ലേഖനങ്ങളിൽ ടൈറ്റിൽ കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ആശയങ്ങൾ പൗലോസിൻ്റേതാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ 14 ലേഖനങ്ങൾ എഴുതുവാനിടയായി. അതിൽ റോമാലേഖനം എന്നുള്ള വിഷയം റോമിലെ വിശുദ്ധന്മാർക്ക് എഴുതുമ്പോൾ 3 പ്രധാനമായ ഡോക്ട്രിൻസ് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അതിപ്രധാനമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്നുള്ള വിഷയമാണ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായി ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. ആമേൻ, സ്തോത്രം. അത് ഫൈനലായിട്ട് നടക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭൂമിയിലായിരിക്കുന്ന സമയങ്ങളിൽ ആ തേജസ്സിൻ്റെതായ അനുഭവങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദ ബുക്ക് ഓഫ് കൊലോഷ്യൻ ചാപ്റ്റർ 3 വേഴ്സ് 1. കർത്താവിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതായ ഉയരത്തിലുള്ളത് എന്തു ചെയ്യുക? അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ എന്തു ചെയ്യണം? ചിന്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിന് സ്തോത്രം, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർപ്പിൻ്റെ ആ റിസറക്ഷൻ പവർ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് നമ്മെ ഉയർത്തിയവനായ കർത്താവിനെ നാം എന്ത് ചെയ്യണം? നോക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും എന്താണ്? പൂർത്തിമാനുമായ യേശുവിനെ നമ്മെ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഒക്കെ എത്തിക്കുവാൻ്റെ കോണം ഈ ലോകത്തിൽ ഒരു മനുഷ്യർക്കും സാധ്യമാകുകയില്ല. കർത്താവിന് സ്തോത്രം. മനുഷ്യൻ്റെ ആയുഷ്കാലം ഏറെ ആയാൽ 70-80 അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്ര അത് വേഗം എന്തു ചെയ്യും? തീരും. ഇന്ന് മനുഷ്യൻ പറയുന്ന ഗ്യാരണ്ടികളൊന്നും അവസാനം വരെ നിലനിർത്തുവാനായിട്ട് ഒക്കുകയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ, ആമേൻ, എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ എന്തു ചെയ്യില്ല? ആമേൻ, അനാഥരായി വിടുകയില്ല. അങ്ങനെയുള്ള ഒരു വലിയവനായ കർത്താവിനെ കാണുവാനിടയായതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടുള്ളത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിയും ആവശ്യമായ നന്മ കൊണ്ട് ദൈവം നമ്മെ നിറച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ കരം കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും കൂടി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുതേ? അയക്കരുതേ. ആമേൻ. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം അനുഭവിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ കർത്താവിന് സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലുള്ളതല്ല, പിന്നെ വി തിങ്കിങ് അബൌട്ട് ഹെവൻലി വാർഡ്, സ്വർഗ്ഗസ്ഥലങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും എല്ലാ സമയങ്ങളിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് തലപൊക്കി നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? മനോഹരമായ ദേശങ്ങളൊരു സ്തോത്രം അബ്രഹാമിൻ്റെ അടുത്തു നിന്നും മാറുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. ആ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരുന്ന ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഈ തലപൊക്കി നോക്കുന്ന അവസരങ്ങളിൽ കർത്താവിന് സ്തോത്രം, എല്ലാം ഭൗതികമായ നന്മകളിലേക്ക് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭൗതികമായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. എന്നാൽ അല്ലാത്തതായ കാര്യങ്ങളിൽ കൂടെ ആൾക്കാർ സ്തോത്രം വളരെ അട്ടിമറിയിലൂടെ കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തുനിന്ന് അനേകർ പിരിക്കാറുണ്ട്, പല കാര്യങ്ങളുണ്ട്. എന്നോട് ചില വർഷങ്ങൾക്ക് മുമ്പ് ദേവാസം വന്ന അവസരങ്ങളിൽ പറഞ്ഞു, ഞങ്ങൾ ഇതെല്ലാം പിരിക്കുകയാണ്, മിനിസ്ട്രിക്ക് വേണ്ടിയൊക്കെ ചെയ്യാണ്. അവസാനമായി പോകുന്ന ആ സമയത്ത് എന്നോട് പറഞ്ഞ്, അത് ഞാനിപ്പോൾ പിരിക്കുന്നെങ്കിലും സ്വന്തമായിട്ടൊരു വീടങ്ങ് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായ വിഷയങ്ങൾ കടന്നു വരുമ്പോഴത്തേക്കിന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ദ്രവ്യാഗ്രഹം എന്താണ്? സകലവിധ ദോഷത്തിനും എന്താണ്? കാരണമാണ്. കർത്താവിന് സ്തോത്രം. ഈ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഈ ചർച്ചേൻ്റെ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ ഓരോ കാര്യങ്ങൾ കണക്കെടുക്കുമ്പോൾ വളരെ പേടിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഇവിടുത്തെ വലിയൊരു എമൗണ്ട് എടുത്തുകൊണ്ട് ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മനസ്സിന്, കാരണം നമ്മളിത് ഇതിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഏതെങ്കിലും നിലകളിൽ മിനിസ്ട്രിയിൽ നമ്മൾ അങ്ങോട്ട് ഇട്ടാലും ഇതിനകത്തൊന്നും നമ്മുടെ കയ്യിലോട്ട് എന്ത് ചെയ്യരുതേ, ഇലീഗലായിട്ട് വരുവാനിടയാകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഭക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അത് റൈറ്റ്, കർത്താവിന് സ്തോത്രം. അല്ലാത്ത ഒരു കാര്യങ്ങളും കർത്താവിന് സ്തോത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, അത് നമ്മുടെ പ്രോപ്പർട്ടികൾ ഡിവിഷൻ ചെയ്യുന്ന കാര്യത്തിലാണേലും മറ്റ് ഫൈനാൻഷ്യൽ കാര്യങ്ങളിലാണേലും കർത്താവിന് സ്തോത്രം, അനീതി ചെയ്യുന്നവൻ ആരും എന്ത് ചെയ്യത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴും ആക്റ്റീവായിട്ട് പെന്തിക്കോസിനകത്തൊക്കെ നിൽക്കുന്നവരുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അനീതിയുടേതായ ഒരു വ്യക്തി ജീവിതങ്ങളും നിത്യതയിൽ കാണപ്പെടുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വ്യക്തിപരമായി നമ്മൾ പറഞ്ഞാൽ ഹല്ലേലൂയ, തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ ഉയരത്തിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? സദാസമയം ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്ന ഭൂമിയിലുള്ളതല്ല, പിന്നെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അടുത്ത വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? മറഞ്ഞിരിക്കുന്നു. നമ്മൾ മരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ബി ക്രൂസിഫൈഡ് ഇൻ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനോട് എന്ത് ചെയ്തിരിക്കുന്നു? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വരുന്ന സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്ലാത്തവരെ പിടിച്ച് നമ്മൾ സ്നാനപ്പെടുത്താൻ നോക്കിയാൽ, പണ്ടൊരാളെ സ്നാനപ്പെടുത്താനായിട്ട് മുക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം പുള്ളി ഉതറിച്ച് ആടിക്കൂടെ ഉണ്ടയിട്ട് അങ്ങ് പോകാനിടയായി, വേറെ സ്ഥലത്തായി എന്ന് കയറുവാനിടയായത്. എന്തെങ്കിലും കാര്യം എന്നാൽ ക്രിസ്തുവിനോടും എന്ത് ചെയ്തില്ല? ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടതായ ദൈവമക്കളായ നമുക്ക് കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു വിടുതലിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടതിനായി ഞാൻ ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ഞങ്ങൾ മരിച്ച് ഞങ്ങളുടെ ജീവൻ എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ കൂടെ ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു. അടുത്ത വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവനായ വെൻ ക്രൈസ്റ്റ് ഹൂ ഈസ് അവർ ലൈഫ് മേക്ക് ഹിസ് അപ്പിയറൻസ് ദെൻ വി ഓൾസോ വിൽ അപ്പിയർ ഇൻ ഗ്ലോറി വിത്ത് ഹിം. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ എന്താണ്? വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ എന്ത് ചെയ്യും? തേജസ്സിൽ വെളിപ്പെടും. പ്രൈസ് ഹല്ലേലൂയ. ആ തേജസ്സിൽ വെളിപ്പെടുന്നതായ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ വായിച്ചതായ വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത് 28-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും പിന്നെ ഹല്ലേലൂയ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും എന്താണ്? ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ്? സകലവും എന്താണ്? നന്മയ്ക്കായി വ്യാപരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ കഴിയും ഹല്ലേലൂയ. നമുക്ക് പ്രതികൂലം ആര്? 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? Psalms 27 verse 1 എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? ആ വാക്യം എന്താണ്? യഹോവ എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ എന്താണ്? ജീവൻ്റെ ബലമാണ്. ലോർഡ് ഈസ് മൈ സാൽവേഷൻ, whom shall I afraid? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ രക്ഷയാണ്, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷയാണെന്ന് പറയുവാൻ്റെ കൊണ്ട് നമുക്ക് കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, എല്ലാ വാക്യങ്ങളും വായിപ്പാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ 31-ാമത്തെ വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. ദൈവം നമുക്ക് അനുകൂലമായിരിക്കണം. ഹല്ലേലൂയ. സകലവും അനുകൂലമാണ്. ദൈവം പ്രതികൂലമാണെങ്കിൽ നാം പരാജയപ്പെടും. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
നമുക്ക് കൊലോസ്യ ലേഖന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1:12 വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തോണം പൂർണ്ണ ശക്തിയോട് ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലായുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ആമേൻ. പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ എന്ത് ചെയ്യുക? സന്തോഷത്തോടെ നാം എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നാം സന്തോഷത്തോടെ ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം എത്രമാത്രം സ്തോത്രം പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്ക് അനുകൂലമാണ്, പ്രതികൂലം ആരും. ഹല്ലേലൂയ. നാം സന്തോഷത്തോടെ ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുന്നവരാണ് ഏത് സാഹചര്യങ്ങളിലും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കരയേറ്റുവാൻ ഫിലോമോൻ്റെ ലേഖനം എഴുതുന്ന അവസരങ്ങളിൽ ഫിലോമോൻ, ഹല്ലേലൂയ, ഒനോസിമോസ് എന്ന് പറഞ്ഞ മനുഷ്യനെ തടവിലായിരുന്ന സമയങ്ങളിൽ, ഞാൻ തടവിലായിരുന്ന സമയത്ത് ജനിപ്പിച്ചതായ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതിനുശേഷമായി തനിക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കോണം, ഒരുവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ദൈവത്തിന് സ്തോത്രം, ദൈവം കൃപ നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാണ്. ജയിലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ. ഒരു ലേഖനവും എഴുതാൻ പ്രിസൺ എപ്പീസിൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഏതൊക്കെയാണ്? എഫേസ്യ ലേഖനവും, ഫിലിപ്പിയ ലേഖനവും, കൊലോസ്യ ലേഖനവും, ഫിലേമോൻ്റെ ലേഖനം. ഈ 4 ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയിൽ 4 ലേഖനങ്ങളിലും പ്രൈസലോ പ്രിസണിൽ കിടന്നാണ് താൻ കിടന്ന സമയങ്ങളിലാണ് താൻ എഴുതുവാനിടയായത്. നമുക്കറിയാം, അനുകൂലമായ പരിസ്ഥിതി അല്ലെങ്കിൽ നമുക്കിതൊന്നും എഴുതാനായിട്ട് സാധിക്കുകയില്ല. തനിക്ക് എഴുതുവാനോ വെട്ടമോ വെളിച്ചമോ എഴുതുവാനുള്ളതായ പേനായോ മറ്റ് കാര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ എത്ര ശതമാനം, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു, എത്രമാത്രം സ്റ്റഡി ചെയ്തു, നമുക്കെല്ലാം അനുകൂലമാണ്. എത്ര ബൈബിൾ ട്രാൻസ്ലേഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഹല്ലേലൂയ. കിങ് ജെയിംസ് വേർഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇംഗ്ലീഷുകാരുടെ പിള്ളേർക്കാണെങ്കിൽ NIV വേർഷനുണ്ട്, ന്യൂ കിങ് ജെയിംസ് വേർഷനുണ്ട്, ആംപ്ലിഫൈഡ് ട്രാൻസ്ലേഷനുണ്ട്, അതുപോലെ തന്നെ മറ്റ് പലവിധമായ ട്രാൻസ്ലേഷനുകൾ എല്ലാം ഉണ്ടെന്ന്. ആ ട്രാൻസ്ലേഷനിൽ എല്ലാം കയ്യിലുണ്ടെങ്കിലും ഒരു പോർഷൻ പോലും വായിക്കുവാനായി കഴിഞ്ഞില്ലെങ്കിൽ, മലയാളം ബൈബിളാണെങ്കിൽ അധികം ട്രാൻസ്ലേഷൻ ഇല്ലെങ്കിലും അത്യാവശ്യമായുള്ള ട്രാൻസ്ലേഷനുകൾ, മലയാളം റെഗുലർ ബൈബിളുണ്ട്, കാത്തോലിക്കരുടെ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, മറ്റ് 2-3 വേറെ ട്രാൻസ്ലേഷനുണ്ട്. ഈ ട്രാൻസ്ലേഷൻ എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഒരു പ്രാവശ്യം പോലും നമ്മൾ വായിക്കുന്നില്ല. ഒരാഴ്ച നമ്മൾ വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എന്തായിരിക്കണം? സകല സൽപ്രവർത്തിക്കും എന്താണ്? വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും എന്താണ്? പ്രയോജനമുള്ളവരായി തീരുവാനിടയാകണം. ഞായറാഴ്ചത്തെ ഒരു ദിവസം കൊണ്ട് മാത്രം നാം തീർക്കുന്ന ഒരനുഭവം ഉണ്ടാകരുതേ. എല്ലാ ദിവസങ്ങളിലും ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക. ഹല്ലേലൂയ. ഒരു 10 മിനിറ്റെങ്കിലും 15 മിനിറ്റെങ്കിലും തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്ന ആ വിശുദ്ധന്മാർ, കർത്താവിൻ്റെ വചനവുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ദൈവവുമായി നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആ കണക്ഷൻ എല്ലാ ദിവസങ്ങളും ഇവിടെ മാത്രമല്ല, ഈ ആലയത്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, നാം ഇവിടുന്ന് പുറപ്പെടുന്ന ആ സമയങ്ങളിൽ, ഇവിടെ ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവമായി നാം ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പറയുവാൻ കഴിയും, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കർത്താവിന് സ്തോത്രം. ഈ യാക്കോബിൻ്റെ മക്കൾ 13 മക്കളാണുള്ളത്. ആമ്പിള്ളേ തന്നെ 12 പേരുണ്ട്. കർത്താവിന് സ്തോത്രം. ചില ആത്മീയമായ ദർശനവും വെളിപ്പാടുള്ളതായ സ്വപ്നമൊക്കെ കാണുന്നത് യോസഫിന് മാത്രമേ കാണുവാനായി കഴിഞ്ഞുള്ളൂ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ആ യോസഫിൻ്റെതായ ആ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നമ്മൾ വായിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ തന്നെ അറിയാതെ അങ്ങ് കരഞ്ഞു പോകും. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ വീട്ടിൽ തൻ്റെ പിതാവ് പറഞ്ഞതിനനുസരിച്ച് തൻ്റെ സഹോദരന്മാരെയും ആടുമാടുകളെയെല്ലാം നോക്കുവാനായിട്ട് വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ തനിക്ക് പ്രായം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ പ്രായ സമയങ്ങളിൽ താൻ യാത്ര ചെയ്ത് മുമ്പോട്ട് പോയി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. സഹോദരന്മാരെ കാണുവാനായിട്ട് പോയി. ഒരു സ്ഥലത്ത് പോയി അവിടെയൊന്നും കണ്ടില്ല. എന്നാൽ ദോതാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി പോകുന്ന ആ വഴിക്ക് ചെല്ലുമ്പോൾ ഈ സഹോദരന്മാരുടെ ഒരു കമൻ്റുണ്ട്. എന്താ പറയുന്നത്? ഇതാ സ്വപ്നക്കാരൻ വരുന്നു. കർത്താവിന് സ്തോത്രം. ആ പഴയ സ്വപ്നങ്ങളൊക്കെയാണ്
കർത്താവിന് സ്തോത്രം. സഹോദരന്മാരെല്ലാവരും അപ്പനും അമ്മയും എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? ആമേൻ. യോസഫിൻ്റെ മുമ്പിൽ വീഴുന്നതായ കാഴ്ച അവർക്ക് സഹിക്കാനായിട്ട് എന്ത് ചെയ്തില്ല? ഒക്കത്തില്ല. പ്രിയമുള്ളവരെ, ഈ ആഹാരമെല്ലാം ആയിട്ട് താൻ അപ്പൻ പറഞ്ഞതനുസരിച്ച്, പിതാവ് പറയുന്ന അനുസരിക്കുന്നതായ ആ ഒരു മകനെ നമുക്ക് കാണുവാൻ കഴിയും. മറ്റുള്ളവർ അനുസരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിക്കുന്നെങ്കിലും കൂടെയൊക്കെ നിൽക്കുന്നെങ്കിലും അവരുടേതായ വഴിക്കനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലായി തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് അവിടെ ചെന്ന് ഹല്ലേലൂയ കൊണ്ടുവന്ന ആഹാരമെല്ലാം വാങ്ങിച്ചതിന് ശേഷമായി ആദ്യം ചെയ്തത് എന്താ ചെയ്തത്? തൻ്റെ അങ്കി എന്ത് ചെയ്തു? ഭയങ്കര ജലസാണ് അവർക്കുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ട് വെള്ളത്തെ വെട്ടിയാൽ മാറത്തില്ല. അതുപോലെയാണ് സ്വന്തം സഹോദരങ്ങളെ ആയിട്ടുള്ള സ്നേഹം. നമുക്കറിയാം, കാര്യത്തോട് അടുക്കുമ്പോൾ അവരും പിരിയും. കർത്താവിന് സ്തോത്രം. വെള്ളത്തെ വെട്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തെ വെട്ടിയാൽ വീണ്ടും തിരിച്ചൊരുമിച്ച് വരും. പക്ഷേ മനുഷ്യൻ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, തിരിച്ചു വരാതെ വണ്ണം അകന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കണ്ട മാത്രയിൽ ഒരു ദോഷവും ചെയ്യാതെ ആമേൻ സ്വപ്നം മാത്രമേ കണ്ടുള്ളൂ. ഒരു സ്വപ്നം മാത്രമേ കണ്ടുള്ളൂ. ഹല്ലേലൂയ. ആ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയധികം വൈരാഗ്യം ഉണ്ടാകുവാനിടയായി. പ്രിയമുള്ളവരെ, ഏതൊരു സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഓർക്കേണ്ടത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ, ഹല്ലേലൂയ, സഹോദരന്മാരെല്ലാവരും എതിരായി തീരുവാനിടയായി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. ആരെങ്കിലും പ്രതികൂലത്തിൻ്റെതായ ആമേൻ. ഞാനൊരു വാക്യം ആമേൻ വർക്ക് ചെയ്യുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഇംഗ്ലീഷിൽ തന്നെ ഉള്ള വാക്യം എഴുതി വെച്ചിരിക്കുന്നത്. ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ വായിക്കട്ടെ. നിനക്ക് വിരോധമായി പോകുന്ന ഒരു ആയുധം എന്ത് ചെയ്യില്ല? ഫലിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപാട് ആയുധം പ്രിയമുള്ളവരെ നമുക്ക് എതിരായിട്ട് പൊക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലല്ല മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഡ്രോൺ അയക്കുന്നുണ്ട്, പല മിസൈൽസുകൾ അയക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. വരുന്നതായ ആമേൻ മിസൈൽസുകൾ വരുമ്പോൾ തന്നെ അടിച്ച് തകർക്കുകയാണ്. ചിലത് നേരെ സീലോട്ട് എന്ന് വീണും അടിക്കുന്നതായ മിസൈൽസുകളെ എല്ലാം പ്രൈസുള്ള ഡ്രോൺ ഉപയോഗിച്ചും ആമേൻ തകർക്കുവാനായിട്ട് ശത്രു ശ്രമിക്കുമ്പോൾ അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതായ, അതിനെ തകർക്കുന്ന ശക്തികളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കെതിരായിട്ട് ശത്രു മിസൈലുകൾ അയക്കാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിനായിട്ട് ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ എന്ത് ചെയ്യുക? എടുത്തിരിക്കുക. ഹല്ലേലൂയ. വീട്ടിലെ എല്ലാവരിലും ഒരാൾ ഞാനങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ എന്ത് ചെയ്തില്ല. പലരും അങ്ങനെ തന്നെ തെറ്റിദ്ധരിക്കാറുണ്ട്. വീട്ടിൽ ആരെങ്കിലും ഒരാളങ്ങ് എടുത്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം നടക്കും. വിശ്വാസം ജീവിതത്തിലേക്ക് വളർന്നു വന്ന ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാർക്കും ചിന്തിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് ഞാൻ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. ഒരു ഭയങ്കര നോയിങ് ജീസസ്. കർത്താവിനെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അവരോട് കർത്താവ് ചോദിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം, ഹല്ലേലൂയ, ജനങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു? ആരെന്ന് പറയുന്നു. ജനങ്ങൾക്ക് ഒരു ചിന്തയില്ലാതെ അവർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശിഷ്യന്മാരിൽ ഒരുത്തനായ പത്രോസ് പറയുന്ന, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാനിടയായി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആ കാര്യം മനസ്സിലാക്കിയില്ല. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, ആമേൻ, ശിമോനെ, സ്വർഗസ്വനായ പിതാവ് നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഗോഡ് ആമേൻ ഫാദർ ഇൻ ഹെവൻ ആമേൻ ഹി ഹാസ് റിവീൽഡ് ഹിം. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവം നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. അങ്ങനെയുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെ? ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവമക്കൾ കാര്യങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം അനുകൂലമായിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ഒന്നും കൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. യോസഫിൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിടിച്ച് ആമേൻ വെള്ളമില്ലാത്തതായ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ മുങ്ങി ചത്തേനെ. ആഴമുള്ളതായ വെള്ളമുള്ളിടത്തോട്ട് ഇട്ടിരുന്നെങ്കിൽ പണി തീർന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ കിടന്ന് തീറ്റയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് തോന്നും, ഹല്ലേലൂയ, എന്തോ തോന്നിയത്? ആമേൻ സ്തോത്രം. ഒരു കൂട്ടം ആളുകൾ ഹല്ലേലൂയ ബിസിനസ് കഴിഞ്ഞ് വരുന്ന വരവിന് അവർക്ക് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? ഈ യോസഫിനെ എന്ത് ചെയ്തു? വിൽക്കുവാനിടയായി. കർത്താവിന് സ്തോത്രം. എത്ര വെള്ളിക്കാശിന് വിറ്റു? എത്ര? 20 വെള്ളിക്കാശിന് എന്ത് ചെയ്തു? വിൽക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. താൻ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ഹല്ലേലൂയ വേദനയുടെ നിമിഷങ്ങളിലൂടെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട് വന്ന് ഹല്ലേലൂയ ഒടുവിൽ പൊട്ടക്കിണറ്റിൽ നിന്നും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ബിസിനസ്സുകാർക്ക് വിൽക്കുവാനിടയായി. അവിടുന്ന് യാത്ര ചെയ്ത് അവർക്ക് മിസ്രയീമ്യർക്ക് കൊടുക്കുവാനിടയായി. അത്രയും അന്തിമമായ നിമിഷങ്ങളിൽ പോത്തിഫറിൻ്റെ ഭവനത്തിൽ എന്ത് ചെയ്തു? വന്നു ചേരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവസരങ്ങളിൽ ഹല്ലേലൂയ തനിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്?
ഹല്ലേലൂയ. 30 വയസ്സ് പ്രായമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്രാമത്തെ വയസ്സിലാണ് വീട് വിട്ടത്? 17-ാമത്തെ വയസ്സ്. 13 വർഷം ദൈവത്തിന് സ്തോത്രം വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഒരു പക്ഷേ അതിനേക്കാൾ വർഷങ്ങൾ നമ്മൾ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. യോസേഫിനേക്കാളും വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിലായി നമുക്ക് താങ്ങും തണലുമായി നമ്മെ നടത്തുന്നതായ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചതായ വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ആര്? ദൈവത്തിന് സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 6-ന്റെ 8-ാമത്തെ വാക്യം, അനന്തരം അരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ച്, എന്നാൽ ദൈവപുരുഷൻ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവിനോട് ഈ സ്ഥലത്തൂടെ കടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക, അരാമ്യർ എന്ത് ചെയ്യും? അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളെ അയച്ചു. അങ്ങനെ അവൻ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അരാം ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ അരാം രാജാവ് വരുമ്പോഴത്തേക്കിന് പ്രവാചകനായ എലീശ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തു ചെയ്യും? സ്പൈ വർക്കായിട്ട് നമുക്ക് വേണേൽ പറയാൻ കഴിയും. അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം ആമേൻ എലീശായിക്ക് എന്തു ചെയ്യും? വെളിപ്പെട്ട് വരും. ആ കാര്യങ്ങളെല്ലാം എന്തു ചെയ്യും? ഇസ്രായേൽ രാജാവിനോട് എന്തു ചെയ്യും? പറയാനിടയാവും. നമ്മളാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയും. കർത്താവിന് സ്തോത്രം. ഈ കണക്കിന് അരാം രാജാവ് എന്തു ചെയ്യട്ടെ? തട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചിന്തിച്ചു പോകും. എന്നാൽ ആമേൻ പ്രവാചകനായ എലീശ അങ്ങനെയല്ല. ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കലങ്ങി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിൻ്റെ പക്ഷക്കാരൻ ആരെന്നും നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവന് എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ. ഞാൻ ആളെ അയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോതാനിൽ ഉണ്ടെന്ന് എന്ത് ചെയ്തു? അറിവ് കിട്ടി. മുമ്പേ നമ്മൾ ആ ഒരു ദൈവാസനെ കുറിച്ച് കേട്ടു. ദോതാനിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചായിരുന്നു. നമ്മൾ വായിച്ചില്ല, നമ്മൾ പറഞ്ഞായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 ദോതാനും ഉണ്ട്. ഒരു ദോതാനിൽ പ്രവാചകനായ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എലീശ അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നേരത്തെ ദോതാനിൽ ജോസഫ് എവിടെയായിരുന്നു? പോട്ടക്കിണറ്റിൽ ആയിരിക്കുന്നു. ഇവർക്ക് 2 ആൾക്കും പ്രതികൂലമായ സാഹചര്യങ്ങളാണ് നേരിടുന്നത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ. ദൈവത്തിന് സ്തോത്രം. ജോസഫ് പൊട്ടക്കിണറ്റിൽ നിന്ന് എഴുന്നേറ്റപ്പോഴത്തേക്കും വിചാരിച്ച് നീ ഒന്ന് രക്ഷപ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ബിസിനസ്സുകാരുടെ കൂടിയതല്ലേ, ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചപ്പം അവരെന്ത് ചെയ്തു? മിസ്രൈമ്യർക്ക് എന്ത് ചെയ്തു? വിൽക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നക്കാരനാണ്. കർത്താവിന് സ്തോത്രം. ട്രാൻസ്ലേഷൻ ചെയ്യാൻ സ്വപ്നം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്വപ്നവും ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഒക്കുകയില്ല. ദൈവം പ്രത്യേകമായ നിലയിൽ അപ്പക്കാരൻ്റെ പ്രമാണിയും പിന്നെ പാനപാത്രവാഹൻ്റെ പ്രമാണിക്കുമുള്ളതായ ഒരു മെസ്സേജ് കൊടുക്കുവാനിടയായി. ഓരോ തക്ക സമയത്താണ് ദൈവം തൻ്റെ ദാസന്മാരെ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പോത്തിഫേറിൻ്റെ ഭവനത്തിലായിരുന്നു കർത്താവ്. ഹല്ലേലൂയ. 39-ാം അധ്യായം വായിച്ചാൽ മതി നിങ്ങൾ വീട്ടിൽ പോയി. ദൈവം കർത്താവ് അവനോട് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ ചെന്നിടത്തൊക്കെ എന്തായി തീർന്നു? കൃതാർത്ഥനായി, പ്രോസ്പെറസ് ആയി തീർന്നു എന്നാണ് പറഞ്ഞത്. പുരോഗതിയിലേക്ക് നീങ്ങാനിടയായി. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ 34-ാം സങ്കീർത്തനത്തിൽ വായിച്ചത്, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഹല്ലേലൂയ നീതിമാന്റെ അനർത്ഥം ഏതാണ്? അസംഖ്യമാണ്. യഹോവ എല്ലാറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് പറയാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം വിടുവിക്കുന്നവനാണ്. ആമേൻ. മറ്റൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന, അവൻ എന്നോട് പറ്റിയിരിക്കാൻ. നമ്മൾ പറ്റിച്ചയച്ച് പോകാറുണ്ടെന്നുള്ളതല്ലാതെ പറ്റിയിരിക്കുന്ന ഒരു പരിപാടിയില്ല. ദൈവത്തിന് സ്തോത്രം. യോശുവായും കാലേബും എല്ലാവരും ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ എന്ത് ചെയ്തു? തട്ടിപ്പോവാനിടയായി തീർന്നു. അങ്ങനെ ആമേൻ 100% അല്ലെങ്കിലും 20 വയസ്സിൽ താഴെയുള്ളതായ പിള്ളേരും മറ്റുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം യോർദാൻ മറുകര എന്ത് ചെയ്തു? കടക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ഹല്ലേലൂയ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരൊരേ ആഹാരം ഒരേ പാനീയവും. ചാപ്റ്ററുകൾ വായിക്കേണ്ടതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് വായിച്ച് സഹായിച്ചെങ്കിൽ മാത്രമേ ആ മിനിസ്ട്രി സക്സസ് ആകത്തുള്ളൂ. മെസ്സേജ്. ഹല്ലേലൂയ.
ആമേൻ. 1 കൊരിന്ത്യർ 10-ാം അധ്യായ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവരെ അനുഗമിച്ചതായ ഒരു പാറയുണ്ട്. ആ പാറയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ പാറ ആരായിരുന്നു? ക്രിസ്തുവാകുന്നു. ആമേൻ. പഴയ നിയമഭാവങ്ങളുമായിട്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഭാവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കർത്താവിന് നന്ദി ഒരു സ്തോത്രം. മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയിൽ യോശുവയും കാലേബും കർത്താവിനോടുകൂടി എന്ത് ചെയ്തു? ചേർന്ന് നിൽക്കുവാനിടയായി. യോസഫ് കർത്താവിനോടുകൂടി എന്ത് ചെയ്തു? ആമേൻ. സഹോദരന്മാരെല്ലാം ആമേൻ സ്തോത്രം ഒരു പരുവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരോട് ചേർന്നിരുന്ന് പോകാമെന്ന് ആഗ്രഹിച്ചില്ല. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം. എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം കർത്താവിനായിട്ട് നിന്നാൽ, ആമേൻ സ്തോത്രം, വി സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ്, നാം കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. എല്ലാവരും നമ്മളെ ആമേൻ. പൗലോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നിങ്ങൾ വായിക്കുക. ആസ്യക്കാരെല്ലാം എല്ലാവരും ഒന്നാം നാളിൽ തന്നെ എന്നെ വിട്ടെന്ത് ചെയ്തു? കാരണം പഴയ സന്ദർഭങ്ങളിലൊക്കെ പൗലോസ് ജയിലിലായിരുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം എന്താണ് ഹാഫ് എ പ്രിസൺ എന്ന് പറഞ്ഞൊന്നുണ്ട്. കാരണം വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, ജയിലിലുള്ള വീട്ടിലെ ആൾക്കാർ വരികയും പോവുകയും ചെയ്യാം. കർത്താവിന് സ്തോത്രം. ഇവിടെയൊക്കെ ആണെങ്കിൽ അതിന് ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞ ശേഷമായിട്ട് പ്രത്യേകമായ ഒരു റിങ് കാലുണ്ട്. റിങ് എന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യാനായിട്ടുണ്ട്. പൗലോസിനെ സംബന്ധിച്ച് റിങ്ങൊന്നും മോണിറ്റർ ചെയ്യാനില്ലെങ്കിലും ഒരു സ്വാതന്ത്ര്യം കൊടുക്കുവാനിടയായി. ആ ഒരു സാഹചര്യത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു താൻ മുൻപോട്ട് പോകുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യത്തിലും പൗലോസ് കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും മുമ്പോട്ട് പോകാൻ തൻ്റെ ജീവിതത്തിൽ ഇടയായി. ആ സാഹചര്യങ്ങളിൽ കർത്താവിന് സ്തോത്രം, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. കർത്താവിന് സ്തോത്രം. എന്നാൽ ജോസഫ് കാരാഗൃഹത്തിലായിരുന്ന സമയങ്ങളിൽ എല്ലാ ആ സാഹചര്യങ്ങളും ദൈവത്തിന് സ്തോത്രം പ്രതികൂലമാണ്. കർത്താവിന് സ്തോത്രം. താൻ ആയിരിക്കുന്നതായ സാഹചര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് താൻ ഒരു സീരിയസ് ക്രൈമിൽ ആയിട്ടാണ് തന്നെ പ്രിസണിലേക്ക് പോകാനിടയായി തീർന്നത്. ആ സാഹചര്യങ്ങളിൽ കർത്താവ് ആരുടെ കൂടെ ഉണ്ടായിരുന്നു? ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ആരുടെ കൂടെ ഉണ്ടായിരുന്നു? യോസഫിനോടുകൂടി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 2 പേര് കണ്ടതായ സ്വപ്നത്തെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 30-ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ അടുക്കൽ നിൽക്കുവാനിടയായി. രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മുട്ടുകുത്തുവീൻ. പൊത്തിഫേറിൻ്റെ ഭാര്യയെല്ലാം വന്ന് കാണും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി മുട്ടു അല്ല മദ്യം നേരെ തലയും കുത്തി അങ്ങ് വീണെന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ യോസഫിനെതിരെ പഴി പറഞ്ഞതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെതിരായി കർത്താവിന് സ്തോത്രം അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനായിട്ട് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് ഈ കാലഘട്ടങ്ങളിലായി ദൈവത്തിന് സ്തോത്രം നമുക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഏതെങ്കിലും ആമേൻ സ്തോത്രം വാക്കുകളോ ഇടപാടുകളോ കർത്താവിന് സ്തോത്രം ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നാം അധൈര്യപ്പെടരുത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ദോതാനിൽ കർത്താവിന് സ്തോത്രം പൊട്ടക്കിണറ്റിൽ യോസഫ് ആയിരിക്കുമ്പോൾ ദോതാനിൽ ഒരു പ്രവാചകൻ ഹല്ലേലൂയ ഇവിടെ സംസാരിക്കുകയാണ്. എന്താ പറയുന്നത്? അവൻ ദോതാനിലുണ്ടെന്ന് എന്ത് ചെയ്തു? അറിവ് കിട്ടി. അവൻ അവിടേക്കുള്ള ശക്തിയുള്ള സൈന്യത്തെയും കുതിരകളെയും രഥങ്ങളെയും അയച്ചു. അവൻ രാത്രിയിൽ ചെന്ന് പട്ടണം എന്ത് ചെയ്തു? ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം എന്ത് ചെയ്തു? കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനേ, നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അതിനവൻ, പേടിക്കേണ്ട, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രാർത്ഥന കൂടെ നിൽക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം യവൻ്റെ കണ്ണടഞ്ഞിരിക്കുക, കൂടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ സ്തോത്രം. പോകുന്ന വഴിക്കെല്ലാം പോകുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമുക്കറിയാം തക്ക സമയത്ത് സഹായിക്കുമെന്ന്. പക്ഷെ കണ്ണടഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ കണ്ണടച്ച പുള്ളിയെ ഏലീശ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാരണം കാര്യങ്ങളെല്ലാം നടക്കണ്ടേ. കർത്താവിന് സ്തോത്രം. കിട്ടാൻ ഒരാളെ കിട്ടി. ഹല്ലേലൂയ. ആമേൻ. ആശ്ചര്യമായ കണ്ണുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കിന് വലിയൊരു മിലിറ്ററി സംഘം തന്നെ അവിടെ വന്നിരിക്കുകയാണ്. താൻ ഭയപ്പെട്ട് വിറയ്ക്കുവാനിടയായി. ആദ്യത്തെ പ്രാർത്ഥന ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. പൃഥ്വിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമേ, ലോർഡ് ഓപ്പൺ ദിസ് മാൻസ് ഐസ്. കർത്താവേ, ഇവൻ്റെ കണ്ണെന്ത് ചെയ്യണമേ? തുറക്കണമേ. ഹല്ലേലൂയ. ഒന്നും കാണാൻ ഒക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഈ അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടതായ ഹാഗാരും മോനും വാവിട്ട് നിലവിളിച്ചാണ് പോയത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം വന്ന് സംഭവിച്ചല്ലോ. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കർത്താവിന് സ്തോത്രം. ഈ ഹാഗാർ ഒരു കാര്യം ചെയ്തു. ഇനി കുട്ടിയുടെ മരണം കാണേണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അൻപിൻപാട് അകലെ മാറി. ഇനിയും ചാകുകയാണെങ്കിൽ ചാകട്ടെ
എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എങ്കിൽ അടുത്ത വാക്യത്തിലിരിക്കുന്ന ബാലൻ്റെ നിലവിളി കേട്ട് എന്ത് ചെയ്തു? ദൈവം ആരോട് സംസാരിച്ചു? ഹാഗാറിനോട് സംസാരിക്കാൻ. അവൻ്റെ കണ്ണെന്ത് ചെയ്തു? തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്തോ സംഭവിച്ചു? നീരുറവ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. നമ്മൾ പാടാറുണ്ട്, ഇവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ നാവേ ഘോഷിക്കാമവനത്രേ എൻ പാവകരൻ. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, ഈ ജാതിയെ എന്ത് ചെയ്യണമേ? രണ്ടാമത്തെ പ്രാർത്ഥന എന്താ പറഞ്ഞ? ആദ്യം കൂടെ നിൽക്കുന്നവൻ്റെ കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. രണ്ടാമതായി അവിടെ കൂടുന്ന മിലിറ്ററി ഗ്രൂപ്പ് എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ യുദ്ധത്തിനായിട്ട് അതിൻ്റെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. തോക്കില്ലല്ലോ ആ കാലത്ത്. കർത്താവിന് സ്തോത്രം. അതിനുള്ള വെപ്പണുമായിട്ട് നിൽക്കുകയാണ് ഇവനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. ആരെ? ദോതാനിൽ ജോസഫിനെ ഇട്ടതായ ആ കരം തന്നെ ഈ ദോതാനിൽ എന്ത് ചെയ്യാണ്? ഏത് സാഹചര്യത്തിൽ പ്രതികൂലമായി നിൽക്കുന്നു അതേ സാഹചര്യത്തിൽ തന്നെ ഹല്ലേലൂയ. നമ്മളൊരാൾക്ക് ഒരു ഫാമിലി കൗൺസിൽ ചെയ്യുമ്പോൾ, ഒരാളുടെ ഒരു ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു ട്രാജഡി വിശ്വാസികൾക്ക് സംഭവിക്കുമ്പോൾ അതേ സെയിം തന്നെ നമ്മൾ രക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കണം. അതുപോലുള്ളതായ പോരാട്ടം നമുക്കും എന്ത് ചെയ്യും? ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് വിടുതലുണ്ടായാലും ആ വിടുതൽ അനുഭവിച്ച് അവർ പോയാലും അവർ പ്രാർത്ഥിക്കത്തില്ല. വിടുതൽ കിട്ടിയവരും എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. നമ്മൾ ഒറ്റയായിത്തീരുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലത്തെ സാഹചര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. കൂടെ നിൽക്കുന്നതായ ആമേൻ ഭൃത്യൻ എന്ത് ചെയ്യുന്നില്ല? ആമേൻ കണ്ണടഞ്ഞ് ഇരിക്കുകയാണ്. കണ്ണ് എന്ത് ചെയ്തു? തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് കാര്യം എന്ത് ചെയ്തു? മനസ്സിലാക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ദൈവം വഴികളെ തുറന്നുകൊണ്ടേയിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. എലീശ പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് കർത്താവിന് സ്തോത്രം വന്നുകൂടിയ മിലിറ്ററി പവറിന് മുഴുവനായിട്ട് കണ്ണെന്ത് ചെയ്തു? അവരുടെ കണ്ണെന്ത് ചെയ്തു? കംപ്ലീറ്റ് അടഞ്ഞു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. ഈ ലോത്തിൻ്റെ വീട്ടിൽ വന്നായ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സായിപ്പന്മാരുടെ കളറുള്ള പുള്ളികളായതുകൊണ്ടായിരിക്കാം, അതുപോലെ മിടുമിടുക്കന്മാരായ ആൾക്കാരായിരിക്കാം. അവരെ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? അവരെ സ്തോത്രം പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കിന് ഈ ലോത്ത് മനസ്സലിവുള്ളവനാണ്. ഒരു കാര്യം ചെയ്യാം, അവരെ എന്ത് ചെയ്യരുതേ? നമ്മളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇവരെ വേണേൽ കൊണ്ടുപോകാൻ ഞങ്ങളെ രക്ഷിക്കും വേണമെന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കത്തുള്ളൂ. 2 സ്ത്രീ മക്കളുണ്ട്, അവരെ വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിട്ടുതരാമെന്ന് പറഞ്ഞാൽ അതവർ ആക്സെപ്റ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു, നീ ഇവിടുത്തെ ലോയറായിട്ട് നിൽക്കുകയാണോ? നീ ഇവിടുത്തെ കാര്യപരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണോ എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് കർത്താവിന് സ്തോത്രം, നീ ഇവിടുത്തേതായ സ്തോത്രം ലീഡറൊന്നുമല്ല. ദൈവത്തിന് അവരെ തന്നെ എന്ത് ചെയ്യുക? വിടാൻ പറഞ്ഞു. അപ്പോൾ ഈ ദൂതന്മാർ കൈനീട്ടി എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്തു. ഇവരെ എന്ത് ചെയ്തെന്നാണ് പറഞ്ഞേ? അന്ധത പിടിപ്പിച്ച്. ഇവരെല്ലാം തപ്പി നടക്കുകയാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ. പ്രിയമുള്ളവരെ, ആ നിമിഷം തന്നെ അത്ഭുതം നടക്കാൻ തുടങ്ങുകയാണ് ലോത്തിൻ്റെ വീട്ടിൽ. നമുക്കൊക്കെ ഒരു ചെറിയൊരു അത്ഭുതം കണ്ടാൽ മതി, പിന്നെ ഉണ്ടല്ലോ ആ വർഷം നമ്മൾ ഓർക്കും. നമ്മളെല്ലാം ചെറുതായിട്ട് ഒരു സ്വപ്നം കണ്ടാൽ മതി, ഒരു ചെറിയ കാര്യം മതി. ബിലയാമിന് വേണമെങ്കിൽ തിരിച്ച് മടങ്ങി വരാൻ വരുന്നത് എപ്പോഴായിരുന്നെന്നറിയാവോ? കഴുത സംസാരിച്ചപ്പോഴത്തേക്കിന് ജീവിതത്തിൽ കേൾക്കാത്ത സന്ദർഭമാണ് കഴുത സംസാരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം തന്നെ ജീവനും കൊണ്ട് എന്ത് ചെയ്തേനെ? നമ്മളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിയുള്ളവരാണ്. കർത്താവിന് സ്തോത്രം. മലയാളികളായ നമുക്ക് കുറേ കൂടെ സ്മാർട്ടായിട്ടുണ്ട്. നമ്മൾ ഹല്ലേലൂയ വലിയ ആത്മീയരല്ലെങ്കിലും നമുക്ക് അടവറിയാവുന്നതുകൊണ്ട് കർത്താവിന് സ്തോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അവിടെ ജീവനും കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ആ വഴിക്ക് എന്ത് ചെയ്തു? ബിലയാം പോകാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ഹല്ലേലൂയ. ഇവൻ്റെ മനസ്സിന് ഇവൻ്റെ കണ്ണിനെ അന്ധത പിടിപ്പിക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. എലീശ പ്രാർത്ഥിച്ചു. എലീശായുടെ അപേക്ഷ പ്രകാരം അവന് അന്ധത പിടിപ്പിച്ചു. എലീശ അവരോട്, ഇതല്ല വഴി, പട്ടണം ഇതല്ല, എൻ്റെ പിന്നാലെ വരുവീൻ, നിങ്ങളെ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവൻ ശമര്യയിൽ കൂടി കൊണ്ടുപോയി. ശമര്യയിൽ എത്തിയപ്പോൾ എലീശ യഹോവയെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണെന്ത് ചെയ്യണം? യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ എവിടെ ചെന്നിരിക്കുന്നു? ശമര്യയിൽ ചെന്നിരിക്കുന്നു. അവിടെ ശത്രുവിൻ്റെ കയ്യിൽ തന്നെയാണ് ചെന്നിരിക്കുന്നത്. അവർക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ അവരെ കൊല്ലാമായിരുന്നു. എന്നാൽ അന്ന് എലീശ ഒരു തീരുമാനമെടുത്ത് ഇവർക്കെല്ലാം നല്ല 1ാം ക്ലാസ് ശാപ്പാട് കൊടുത്തിട്ട് അവരെ ഹല്ലേലൂയ അയക്കുവാനിടയായി. അതിൻ്റെ ഫലമായി പിന്നെ മേലാൽ അവരെന്ത് ചെയ്തില്ല. അപ്പം 3 പ്രാർത്ഥന എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. 1ാമത്തെ പ്രാർത്ഥന ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു?
ബാല്യക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന ആമേൻ എലീശയെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നതായ സൈന്യത്തിനും പട്ടാളക്കാർക്ക് എല്ലാവർക്കും അവരുടെ കണ്ണെന്ത് ചെയ്തു? അടയുവാനിടയായി. മൂന്നാമത്തെ പ്രാർത്ഥന അവർക്ക് വേണ്ടി വീണ്ടും എന്ത് ചെയ്തു? നമ്മളാണെങ്കിൽ പറഞ്ഞാൽ ഇനി മേലെ കണ്ണ് തുറക്കരുത് എന്ന് പ്രാർത്ഥിച്ചു പോയതിന്. കാരണം അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന വരത്തുള്ളൂ. എന്നാൽ ശമരിയിൽ വെച്ച് അവരുടെ കണ്ണെന്ത് ചെയ്തു? തുറക്കുവാനിടയായി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്കെതിരായിട്ട് വരുന്നതായ നിനക്കെതിരായി വരുന്ന ഒരായുധം എന്ത് ചെയ്യില്ല? ഫലിക്കുകയില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ചതായ വാക്യം ഒരിക്കൽ കൂടെ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്, ഹല്ലേലൂയ, we know that all things work together for the good of those who love God and those who are called according to his purpose. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്നു എന്ന് നാം എന്ത് ചെയ്യുന്നു? അറിയുന്നു. അങ്ങനെ ആ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്ദി.